വെൽക്കം ബാക്ക്. നമ്മളൊരു കോച്ചിങ് അല്ലെങ്കിൽ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കോച്ചിങ് നമ്മൾ എടുക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അതായത് ഈ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് മാറ്റം ഉണ്ടാകുമോ, അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എനിക്കിതൊക്കെ ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കുമോ, അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ അതായത് നമ്മളൊരു കോച്ചിങ്ങിന് ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റം ഉണ്ടാകും, അതാണല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കും, ചില കുട്ടികൾ ആവറേജ് ആയിരിക്കും, ചിലർ എബവ് ആവറേജ് ആയിരിക്കും, ചിലർ ബിലോ ആവറേജ് ആയിരിക്കും, ചിലർ ഫെയിലിയർ ആവാറുണ്ട്. അപ്പോൾ ഒരു സ്കൂളിൽ അതുപോലെ തന്നെ ഒരേ ടീച്ചർമാർ തന്നെയാണ് പഠിപ്പിക്കുന്നതെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് വ്യത്യസ്തമായിരിക്കും. അതായത് ആ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു താല്പര്യം, അവർക്ക് ഇത് പഠിച്ചിട്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്, എനിക്ക് പഠിക്കണോ വേണ്ട, ആ കുട്ടിയുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചില കുട്ടികൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, എല്ലാവരും പഠിക്കാൻ പോകുന്നത് കൊണ്ട് ഞാനും പഠിക്കാൻ പോകുന്നു. അതുപോലെയാണ് നിങ്ങൾ ഈ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായിരിക്കില്ല. കാരണം ലൈഫിൽ മാറ്റം വരണം, അപ്പം എന്തെങ്കിലും ചെയ്യണം, എല്ലാവരും എന്തെങ്കിലുമൊക്കെ കോച്ചിങ് എടുക്കുന്നുണ്ട്, അപ്പം ഞാനും ഒരു കോച്ചിങ് എടുത്ത് കളയാം എന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ തോന്നുകയാണ്, എനിക്ക് ഇങ്ങനെ ജീവിതം പോയാൽ പോരാ, എനിക്ക് നല്ലൊരു മാറ്റം വേണമെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതിതീവ്രമായി ആഗ്രഹം ഉണ്ടായിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. ഇനി ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ പരീക്ഷയുടെ തലേദിവസം ബുക്കിരുന്ന് തുറന്നു നോക്കി വായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് റാങ്ക് ഒന്നും കിട്ടില്ല. അപ്പോൾ എല്ലാ ദിവസവും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കണം, മനസ്സിലാക്കണം, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണല്ലോ നമുക്ക് മാറ്റം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ താല്പര്യപൂർവ്വം അത് കാണണം. അത് കണ്ടാൽ മാത്രം പോരാ, അതിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ അത് മനസ്സിലാക്കണം. അത് എൻ്റെ ലൈഫിൽ എനിക്കതെങ്ങനെ പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കറിയാം എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് നല്ലതാണെന്നുള്ളത് അറിയാം. പക്ഷെ എത്ര പേര് എക്സസൈസ് ചെയ്യാറുണ്ട്? നമുക്ക് കുറേ ഇൻഫർമേഷൻസ് നമ്മൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അതായത് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, ഒരു 10,000 ഇൻഫർമേഷൻസ് നമുക്ക് ഇപ്പോഴേ അറിയാം. പക്ഷെ അതിലൊരു 10 ഇൻഫർമേഷനെങ്കിലും നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് ആ ഒരു റിസൾട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് നമുക്ക് അറിവുണ്ടായിട്ട് അറിവായിട്ടൊരു ബുക്കിൽ ഇരുന്നിട്ട് കാര്യമില്ല, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. സോ ഞാൻ പറയുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക, കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും കൂടിയും ചെയ്യണം. അതായത് ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണെന്ന് മനസ്സിലായാൽ നാളെ തുടങ്ങി എക്സസൈസ് ചെയ്യാം, നാളെ ആകുമ്പോൾ മറ്റന്നാളാകട്ടെ, ഇതൊന്നും എനിക്ക് തിരക്കാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന് പകരം, ഇപ്പോൾ എക്സസൈസിൻ്റെ അല്ല കേട്ടോ നമ്മൾ പറയുന്നത്, ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. അതായത് എക്സസൈസ് ചെയ്താൽ നല്ലതാണ്, എനിക്ക് എക്സസൈസ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നാളെ രാവിലെ തുടങ്ങി, അതായത് രാവിലെ എത്ര മണിക്ക്, ഇപ്പോൾ നമുക്ക് 8 മണിക്ക് ഓഫീസിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം 6 മണിക്ക് തുടങ്ങി 6 മണിക്ക് എക്സസൈസ് ചെയ്യാം, അത് 6:30 വരെയും ചെയ്യാം. അതായത് 6 മണിക്ക് എഴുന്നേൽക്കണം, അരമണിക്കൂർ എക്സസൈസ് ചെയ്യണം. ഇനി എന്ത് എക്സസൈസാണ് ചെയ്യുന്നത്, നടക്കാനാണോ പോകുന്നത്, സ്ട്രെച്ചിങ് ആണോ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏത് എക്സസൈസ് ആണെന്ന് തീരുമാനിച്ചിട്ട് അതിൻ്റെ സമയം ഏതാണ്, എപ്പോൾ ചെയ്യും എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ എഴുന്നേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് വെറുതെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാതെ, അത് ചെയ്യാൻ എനിക്ക് സമയമുണ്ടോ, ഞാൻ എത്ര മണിക്ക് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഡിസിഷൻ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. ഓരോ വീഡിയോ കാണുമ്പോഴും അതിലെ ഓരോ പോയിന്റും നമുക്ക് നല്ലതാണല്ലോ എന്ന് തോന്നിയിട്ട് അത് കളയുന്നതിന് പകരം, നല്ലതാണല്ലോ അപ്പം ഞാനിത് ചെയ്യണമല്ലോ, ഞാനിപ്പോൾ ചെയ്യും, അത് പ്രാക്ടിക്കൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വേണം നിങ്ങൾ ചിന്തിക്കാൻ, എന്നിട്ടത് ചെയ്യുകയും ചെയ്യണം. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ റിസൾട്ട് ഉണ്ടാകുന്നത്.